2 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക്, ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. 3/4 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചതച്ച് വെച്ചേക്കുന്ന മിക്സ്, 1 ടീസ്പൂൺ നെയ്യ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം ചേർത്ത് മാവ് ഒരു ഡോ ആക്കി എടുക്കാം. ഈ വലുപ്പത്തിൽ എല്ലാ മാവും ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ പാനിലേക്ക് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 സവാള, കുറച്ച് വേപ്പില, 2 പച്ചമുളക്. സവാള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. സവാള സോഫ്റ്റ് ആകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. മിക്സ് ചെയ്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം പോയതും 1 തക്കാളി ചേർക്കുന്നുണ്ട്. 1 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ് അതും ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പട്ടാണി എടുത്ത് ഓവർനൈറ്റ് കുതിർത്തി 2 വിസിൽ വിട്ടതാണ്. അതും കൂടി ചേർത്ത്. റോസൻ പട്ടാണി ആണെങ്കിൽ നിങ്ങൾ വേവിക്കേണ്ട, അങ്ങനെ ചേർത്തോളൂ. എല്ലാം മിക്സ് ചെയ്ത് പട്ടാണി വേവിച്ച വെള്ളം ചേർത്ത് കഷ്ണങ്ങളൊക്കെ 1/4 ഭാഗം വേവിച്ചെടുക്കാം. തിളയ്ക്കണ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. കട്ടിലും വെച്ച് ഇളക്കണ്ട, വെറുതെ കയ്യിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ അരി ബോൾസ് ചേർത്തിട്ട് 1/2 ഭാഗം വെന്തതിൻ്റെ ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നല്ലോണം വെന്തിട്ട് അരി ബോൾസും ഇനി കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം.